ചെപ്പോക്കിൽ ഇനി മഞ്ഞ ജേഴ്സിയിൽ 11-ാം നമ്പർ ജേഴ്സിയിൽ സഞ്ജു ഇനി ചെപ്പോക്കിലേക്ക് ഇറങ്ങുമോ? അപ്പോൾ IPL ഒക്കെ ആകുമ്പോഴേക്കും സ്വാഭാവികമായിട്ടും തലയിലേറ്റി നടക്കാൻ നിൽക്കുകയാണ് ചെന്നൈ ആരാധകർ എന്നതുകൂടി ഈ അവസരത്തിൽ പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും സച്ചിനോടുള്ള നന്ദിയും കൂടി സഞ്ജു ഈ അവസരത്തിൽ പറയുന്നു എന്നതും കൂടി ഒരു പ്രധാനപ്പെട്ട ബ്രേക്കിംഗ് പോയിന്റായിട്ട് കൂടി തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം സംസാരിച്ചതാണ്. ഉയർച്ച താഴ്ചകൾ, സിനിമാറ്റിക് മൊമെന്റ്സ് എന്നത് തന്നെ സഞ്ജുവിൻ്റെ ഈ കഴിഞ്ഞ 1.5 മാസം, നമ്മൾ അധികം ചരിത്രമൊന്നും പോകണ്ട, ഈ കഴിഞ്ഞ ഈ ഒരു 45 ദിവസത്തിൽ ആ മനുഷ്യൻ പൊക്കോണ്ടിരുന്ന വഴികൾ എന്ന് പറയുന്നത് തന്നെ മാനസികമായും ഉള്ള സമ്മർദ്ദങ്ങൾ എല്ലാം അതിജീവിച്ചുകൊണ്ട് അയാൾ തുടർന്നു. അവസാന ചിരിയും അവസാന സെലിബ്രേഷനും അയാളുടെ തന്നെയായി മാറുകയും ചെയ്യുന്നു. എന്തായാലും 96 റൺസിൽ ന്യൂസിലൻഡിനെ ചിറകറ്റ് വീഴ്ത്തുന്ന കാഴ്ച തന്നെയാണ് വരുന്നത്. ഞാൻ സാരംഗിലേക്കും കൂടി ഒന്നാണ് പോകുന്നത്. സാരംഗ്, വിഴിഞ്ഞം MLA ഭാഗത്ത് നിന്നുള്ള പ്രതികരണമാണ് വന്നത്. ഗംഭീരമായ സ്വീകരണ പരിപാടി ഒരുക്കും എന്നുള്ളത് തന്നെയാണ് MLA വാക്കുകളും മനസ്സിലാക്കുന്നത്. തീർച്ചയായും അതിനൊരു ദിവസത്തിലേക്ക് കാത്തിരിക്കുകയാണ് ഇവിടെ വിഴിഞ്ഞത്തുകാര്. എങ്ങനെയുണ്ടായിട്ടാ ഓൾറെഡി സംസാരിച്ചു കഴിഞ്ഞു. ഇവിടെ പറഞ്ഞു, ഉറപ്പായിട്ട് ചേട്ടാ സഞ്ജു ഇത്രയും പൊളിയാണ്. സഞ്ജു ഇത്രയും ഒരു ആഗ്രഹം ഞങ്ങൾക്കുണ്ട്. 2027 ഏകദിന വേൾഡ് കപ്പില് ഈ പെർഫോമൻസ് വെച്ചുകൊണ്ട് അടുത്ത ഏകദിന ടീമിൽ സഞ്ജുവിനെ എടുക്കണം. വേൾഡ് കപ്പ് ന്യൂസ് 18 ചാനലിലൂടെ നമുക്ക് ഇവിടെ ഇരുന്ന് വീണ്ടും ഇതേപോലെ കാണണം. അതിനുവേണ്ടി നിങ്ങളുടെ സപ്പോർട്ട് ഇത് അങ്ങോട്ട് പാസ് ചെയ്ത് വിടണം. ഓക്കെ, തീർച്ചയായിട്ടും ഒത്തിരി അഭിമാനം തോന്നുന്നു. ഏറെ പ്രത്യേകിച്ച് ഇന്ത്യ ഇന്ന് വേൾഡ് കപ്പ് നേടുമ്പോഴേക്കും, സഞ്ജു സാംസൺ ഇന്ന് ലോക നിരകളിൽ നിൽക്കുമ്പോഴേക്കും, അദ്ദേഹം ഞങ്ങളുടെ നാട്ടിൽ ജനിച്ചു വളർന്ന് ഈ കടപ്പുറത്ത് കളിച്ചു വളർന്ന് ഇന്ന് ഇന്ത്യ അഭിമാനമാണ് മാറുന്നത്. ഏവർക്കും അഭിമാന നിമിഷമാണ്. അദ്ദേഹത്തിന് എല്ലാവരും ആശംസ നേരുന്നു. അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ 2027 വേൾഡ് കപ്പിൽ അദ്ദേഹം തീർച്ചയായിട്ടും ഇന്ത്യൻ ടീമിൽ ഉൾപ്പെടുകയും കഴിയുമെങ്കിൽ ഇന്ത്യയെ നയിക്കാൻ സാധിക്കട്ടെ എന്ന് നാട്ടിൽ ആശംസിച്ചു. ആഗ്രഹിച്ചതുപോലെ തന്നെ ഇന്ത്യ ജയിച്ചു. വേറൊന്നും സഞ്ജുവിനെ പറ്റി പറയും. സഞ്ജു പൊളിയാണ്. സഞ്ജു പൊളിയാണ്. ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് സഞ്ജു ഇന്ന് 50 അടിക്കുന്നു. അതുപോലെ സഞ്ജു അടിച്ചിട്ടുണ്ട്. ഇന്ന് ഇന്ത്യ ഇരട്ട സംഖ്യ അടിച്ച എന്നുള്ള കളിയുണ്ടോ അന്നൊക്കെ ഇന്ത്യ ജയിച്ചിട്ടുണ്ട്. അത് ചരിത്രം കുറിച്ച ഒരു സംഭവമാണ്. ഓപ്പണിംഗിൽ സഞ്ജു ഇരട്ട സംഖ്യ എന്ന് അടിച്ചിട്ടുണ്ടോ അന്നൊക്കെ ഇന്ത്യ ജയിച്ചിട്ടുണ്ട്. അയ്യോ, കൊള്ളാം. സന്തോഷം. എങ്ങനെയുണ്ട് സഞ്ജുവിന്റെ കളിയിലുണ്ടാവും? സഞ്ജുവിന് നല്ല കളിയാണ്. നമുക്കൊരു കടമുണ്ടായിരുന്നു. ഒരു സീരീസ് കളിച്ചായിരുന്നു, ന്യൂസിലാൻഡോട് ഒരു സീരീസ് കളിച്ചായിരുന്നു. അതിനുശേഷം നമുക്കിപ്പോ അതിന് ഫൈനലാണ് അവർ കിട്ടിയത്. ഓക്കെ, ഫൈനലിൽ കിട്ടി. പക്ഷെ നമുക്കൊരു കടമുണ്ടായിരുന്നു. സഞ്ജു ഏകദേശം അത് തീർത്ത്. പക്ഷെ സെഞ്ചുറി അടിച്ചിരുന്നെങ്കിൽ നമുക്ക് ഒരു വല്ലാത്തൊരു സന്തോഷമായിരുന്നു. എന്നിരുന്നാൽ പോലും സഞ്ജു ഏകദേശം ഒരു 80+ അടിച്ച് നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അതായത് സഞ്ജു ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് നമ്മളൊരു ആവേശഭരിതമാക്കിയിട്ട് ഏറ്റവും കൂടുതൽ നമുക്ക് പറയാൻ വാക്കുകളില്ല. നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെച്ചു സഞ്ജു. ഹാറ്റ്സ് ഓഫ് സഞ്ജു, ഹാറ്റ്സ് ഓഫ്. അത്രേ പറയാനുള്ളൂ, വേറെ ഒന്നും പറയാനില്ല. നമുക്ക് പറയാൻ വാക്കുകളില്ല. സഞ്ജുവിന് വേണ്ടെന്ന് വെച്ച വേൾഡ് കപ്പ് ടീമിലാണ്. ന്യൂസിലൻഡിന് വേണ്ടി 5 മാച്ച് കളിച്ചപ്പം അവനെ കീപ്പിംഗിൽ വേണ്ട, ബാറ്റിംഗ് ഓപ്പണിംഗ് വേണ്ടെന്ന് വെച്ച് മാറ്റി വെച്ചതാണ്. അതിനുശേഷം കിഷനെ പിടിച്ച് കീപ്പിംഗ് നിർത്തി. എന്നാലും എന്തോ ദൈവഭാഗ്യം കൊണ്ടായിരിക്കാം നമ്മൾ അഭിഷേക് ശർമ്മ 3 ഡക്കായതുകൊണ്ട് ടീമിനെ മാറ്റി മറിച്ചിട്ട് സഞ്ജുവിനെ ഇറക്കി. സഞ്ജു വച്ചു കളി എന്ന് പറയുമ്പോ ടീമല്ല, ലോകം കളിക്കുന്ന കളി. അതിന് കാണിക്കാൻ സഞ്ജു 90s കിഡ്സാണ് ഞങ്ങളെല്ലാവരും. സച്ചിനും സേവാഗും ഗാംഗുലിയും പോയതോടുകൂടി ഞങ്ങൾ ക്രിക്കറ്റിനുള്ള ഞങ്ങളുടെ ഭ്രമം കുറഞ്ഞിരുന്നു. പിന്നെ വിരാട് കോഹ്ലി, രോഹിത് ശർമ്മയൊക്കെ കളിച്ച് ഞങ്ങൾ ആ ഒരു രീതിയിൽ ഇന്ത്യ എന്നുള്ള വികാരത്തിൽ മാത്രം കണ്ടതാണ്. പക്ഷെ ഇന്ന് നെഞ്ചിടിപ്പോടുകൂടി കാണുന്നതിന് കാരണം ഇനി ക്രിക്കറ്റ് ഞങ്ങൾ വീണ്ടും 90s കിഡ്സ് വീണ്ടും കാണാൻ കാരണം സഞ്ജു മാത്രമാണ്. സച്ചിന് ശേഷം ഇത്ര ഹൃദയത്തോട് കണ്ട വേറെ പ്ലെയർ ഇല്ല. വിരാട് കോഹ്ലി അങ്ങനെ തോന്നില്ല. സച്ചിന് ശേഷം ഇങ്ങനെ ഒരു സഞ്ജു കളിക്കുമ്പോ നമുക്കാ ടെൻഷൻ. സഞ്ജു കളിക്കും, നമുക്ക് സഞ്ജു ടെൻഷനില്ല. സഞ്ജുവിനെ നമുക്കാ ടെൻഷൻ. സച്ചിന് ശേഷം ഞങ്ങള് പണ്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കും. ഇവിടുന്ന് മാറിക്കഴിഞ്ഞാൽ ചിലപ്പോൾ സച്ചിൻ ഔട്ടാകുമ്പോ എന്നുള്ളൊരു പേടിയാണ്.
ആ പേടി ഇപ്പൊ വേറെ നമ്മൾ ഇത്രയും കാലമാണ്. നമ്മളിപ്പോ പണ്ട് നമ്മളൊരു ഞങ്ങൾ 10 വയസ്സ് മുതൽ നമ്മൾ കളി കാണാൻ തുടങ്ങിയാണ്. അതിനുശേഷം ഇപ്പൊ സഞ്ജു കളിക്കുമ്പോഴാണ് നമുക്ക് അവിടെ തന്നെ ഇരിക്കണം, ആരൊക്കെ സഞ്ജു ഔട്ടാകുമോ എന്നൊരു പേടിയാണ്. അങ്ങനെ ഇരുന്നിട്ട് നമ്മൾ കളി കാണുന്ന ഒരു സഞ്ജുവിന് വേണ്ടിയാണ് നമ്മൾ ഇത്ര അങ്ങനെ ഇരുന്നിട്ട് നമ്മൾ കളി കാണുന്നത്. ആഫ്റ്റർ സച്ചിൻ സഞ്ജു ആണ്. സഞ്ജുവിനപ്പുറം വേറെ ആരും ഇല്ല. അത്രേ ഉള്ളൂ. യെസ്, ഞാനൊന്ന് ആജ്ഞയിലേക്കും കൂടെ പോവുകയാണ്. ആജ്ഞ, ഇവിടുന്ന് ആളുകൾ പറയുന്നത് സച്ചിൻ കളിക്കുന്നത് കാണുമ്പോഴാണ് അത്രയും നെഞ്ചിടിപ്പോടെ കൂടി കാണുന്നത്. അതിനുശേഷം അത്രയും നെഞ്ചിടിപ്പോട് കൂടി കാണുന്നത് സഞ്ജു കളിക്കുമ്പോഴാണ്. ആ വാക്കുകളോട് 100% ഞാൻ യോജിക്കുന്നു. കാരണം നമ്മളെല്ലാം കളി കാണുമ്പോഴും അതേ ചങ്കിടിപ്പോട് കൂടിയാണ് സഞ്ജു ബാറ്റ് ചെയ്യുമ്പോൾ കാണുന്നത്. പക്ഷെ സഞ്ജുവിന് ടെൻഷനില്ല, നമുക്കാണ് ടെൻഷൻ. അവിടെയും അങ്ങനെ ആയിരിക്കുമല്ലോ സ്ഥിതി. നേരത്തെ ഹരി പറഞ്ഞതുപോലെ തന്നെ സഞ്ജുവിന്റെ ചുമലായിരുന്നു ഇന്ന് ഇന്ത്യൻ ടീമിന്റെ എല്ലാ സമാശ്വാസവും എന്ന് വേണം പറയാൻ. അത് ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിനായിരുന്നില്ല റോള് എന്ന് ഹരി തന്നെ നേരത്തെ പറഞ്ഞിരുന്നല്ലോ. അതാണ് ശരിക്കും സംഭവിച്ചത്. സഞ്ജു മറ്റുള്ളവരുടെ എല്ലാ ടെൻഷനും സ്വയം ഏറ്റെടുത്ത് ശാന്തനായി തന്നെ മത്സരത്തെ നേരിട്ടു. വലിയ സ്കോറിലേക്ക് പോയി ഇന്ത്യയെ തന്നെ ലോകത്തിന്റെ നെറുകയിലെത്തിച്ചു. സഞ്ജു വി സാംസൺ എന്ന ബ്രാൻഡായി മാറുന്നു. സഞ്ജു വി സാംസൺ തന്നെ തള്ളിപ്പറഞ്ഞ അല്ലെങ്കിൽ തന്നെ മാറ്റി നിർത്തിയ എല്ലാവർക്കും ശുദ്ധ മറുപടിയുമായിട്ട് ഈ ഒരു മത്സരത്തിലൂടെ കടന്നു പോകുന്നു. നമുക്ക് അധികം പ്രതികരണങ്ങളിലേക്ക് പോകാൻ നിവൃത്തിയില്ല ഇപ്പോൾ, കാരണം ശരിക്കും ഇവിടെ വിജനമായി തുടങ്ങിയിട്ടുണ്ട്. സ്വാഭാവികം, മനസ്സിലാവും. പക്ഷേ ആ ട്രോഫി ഉയർത്തുന്നതിന് മുമ്പേ അവിടെ പല കാലി സീറ്റുകളും വന്നത് കുറച്ച് വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യം കൂടി തന്നെയാണ്. പക്ഷേ ഇപ്പോൾ പല വ്യക്തികളുടെയും പല പ്രധാനപ്പെട്ട പേഴ്സണാലിറ്റീസിന്റെയും ഒക്കെ പ്രതികരണങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരു ട്വീറ്റ് വന്നിട്ടുണ്ട്. ചാമ്പ്യൻസ്, congratulations to the Indian team on winning the ICC Men's T20 World Cup. This remarkable triumph reflects exceptional skills, determination and teamwork. They have shown outstanding grit through the tournament. This victory has filled every Indian heart with pride and joy. Well done Team India എന്നാണ് പ്രധാനമന്ത്രിയുടെ ട്വീറ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഓരോ സെലിബ്രിറ്റീസ്, രാഷ്ട്രീയ നേതാക്കൾ എല്ലാവരും തന്നെ ഇന്ത്യൻ ടീമിന് അഭിനന്ദനം അറിയിച്ചുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ, സമൂഹ മാധ്യമങ്ങളിലൊക്കെ രംഗത്തെത്തുന്ന കാഴ്ച ഒക്കെ തന്നെ വരുന്നുണ്ട്. ഇപ്പോൾ പൃഥ്വിരാജ് സുകുമാരനാവട്ടെ സഞ്ജു സാംസനെ പുകഴ്ത്തിക്കൊണ്ടൊരു നീണ്ട ഫേസ്ബുക്ക് പോസ്റ്റ് തന്നെയാണ് ഇട്ടേക്കുന്നത്. അദ്ദേഹം ഒരു പ്രധാനപ്പെട്ട പോയിന്റ് അതിനകത്ത് പറയുന്നത് 1998 ഷാർജ കപ്പിൽ സച്ചിൻ ടെണ്ടുൽക്കറിന്റെ ആ ഒരു മത്സരത്തിന് ശേഷം ഒരു 3 പതിറ്റാണ്ടുകൾ കഴിഞ്ഞ് സഞ്ജു സാംസന്റെ ഈ പ്രസന്റേഷനിൽ സച്ചിന്റെ പേര് പറയുമ്പോൾ അതിനകത്ത് ഓരോരോ രീതിയിൽ സച്ചിനും സഞ്ജുവിനെ നമുക്ക് ഒരുമിച്ച് കൂട്ടി വായിക്കാമെന്നും പറയുന്നു. 3 നോക്കൌട്ട് മത്സരങ്ങളിൽ 3ലും ഗംഭീരമായ ഇന്നിങ്സ് സഞ്ജു സാംസൺ ടേക്ക് എബൌ, പൊളിക്ക് അനിയ എന്ന് തന്നെയാണ് പൃഥ്വി പറയുന്നത്. ബ്രാക്കറ്റിൽ ചേട്ട എന്നും ഇട്ടിട്ടുണ്ട്. രമേശ് പിഷാരടി ഒരു കോമഡി രീതിയിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഇന്ത്യൻ ടീമിലെ പിള്ളേര് സീസ് കൂടി വണ്ടികളും കൊണ്ട് ഇറങ്ങിയിരിക്കുകയാണ്. ന്യൂസിലൻഡ് ടീമിന് കാട്ടാക്കട മില്ലിടെക്കിലെ മോഹനെയും പട്ടാളത്തിൽ ജോലിയുള്ള ചന്ദ്രനെ അറിയില്ല എന്ന് രമേശ് പിഷാരടി പറയുന്നുണ്ട്. പാൻ ഇന്ത്യൻ ബ്രാഞ്ച് എന്ന ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ തരംഗമായി നിൽക്കുന്ന അവരുടെ ആ ഡയലോഗ് കോട്ട് ചെയ്തുകൊണ്ടാണ് രമേശ് പിഷാരടി ഇന്ത്യൻ ടീമിനെ അഭിനന്ദനം അറിയിക്കുകയും ചെയ്യുന്നത്. എന്തായാലും കഴിഞ്ഞ ഒരു കാര്യം കൂടെ പറയാം. 2024 കഴിഞ്ഞ വേൾഡ് കപ്പിൽ സൈഡിലായിരുന്നു. ഇത്തവണ മെയിൻ ഹീറോ ആടാ സഞ്ജു ആടാ. ആ മെയിൻ ഹീറോ കഴിഞ്ഞ 2024 T20 ലോകകപ്പിൽ ഒരു മത്സരം പോലും കളിച്ചില്ല. പക്ഷേ ആ ടീം വലം വെക്കുന്ന സമയത്ത് സഞ്ജു സാംസൺ നമുക്ക് ഏറ്റവും സൈഡിൽ കാണാം. ആ സൈഡിൽ ഒരു മനുഷ്യൻ നിപ്പുണ്ട്. പക്ഷേ ഇന്ന് അയാൾ മെയിൻ ആടാ, പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് ആടാ എന്ന് വീണ്ടും പറയുന്നു. എന്തായാലും ഫേസ്ബുക്കിൽ തരംഗമായി മാറുന്നു. സ്വാഭാവികമായിട്ടും സഞ്ജു സാംസണും അദ്ദേഹത്തിന്റെ പ്രകടനങ്ങളും നിൽക്കുന്നു. സാരംഗ്, അവിടെ നമുക്ക് കൂടുതൽ കിട്ടുമോ, പ്രതികരണങ്ങൾ കിട്ടുമോ? Making sure that they are not overboard. But the others should be playing. പൊട്ടിക്കരയുന്ന സഞ്ജു സാംസണെ ഗ്രൗണ്ടിൽ കാണാം. അർഷ്ദീപ് സിംഗ് ഉൾപ്പെടെ ഫോൺ എടുത്തുകൊണ്ട് സെൽഫി എടുക്കാനും വീഡിയോ കോളിലും ഒക്കെയായി ഇന്ത്യൻ താരങ്ങൾ വരിയായി സഞ്ജു സാംസന്റെ പിന്നാലെ നിൽക്കുന്ന കാഴ്ചയും കാണുകയാണ്. സഞ്ജു നിറകണ്ണുകളോടെ നിൽക്കുന്ന കാഴ്ച ആരെ എഴുതിയ സ്ക്രിപ്റ്റ് അല്ലേ? എന്തായാലും ഇങ്ങനെയൊക്കെ ഒരാൾക്ക് സ്ക്രിപ്റ്റ് എഴുതാൻ കഴിയുമോ? T20 ലോകകപ്പിൽ 15 അംഗ ടീമിൽ പോലും ഇടം പിടിക്കുമോ എന്ന ചോദ്യത്തിൽ നിന്ന് ഇതാ മെയിൻ ആടാ ഞാനെന്ന് വിളിച്ചു പറയുന്ന ആ സഞ്ജു സാംസന്റെ ഒരു മാസത്തെ നീണ്ടു നിൽക്കുന്ന T20 ലോകകപ്പ് ക്യാമ്പയിൻ എന്തായാലും ഇന്ത്യൻ താരങ്ങൾ അവർ സെൽഫി എടുക്കുകയാണ്, ആഘോഷിക്കുകയാണ് എന്നുള്ളതും പറയേണ്ടി ഇരിക്കുന്നു. എന്തായാലും വളരെ കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ സൂര്യകുമാർ യാദവിന്റെ കൈകളിലേക്ക് ആ T20 ലോകകപ്പ് കിരീടം എത്തുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും.
ഇന്ത്യയിൽ ഒട്ടാകെ തന്നെ ആഘോഷങ്ങൾ, ഭയങ്കര ഗംഭീരമായ ആഘോഷങ്ങൾ. നമുക്ക് സ്ക്രീനിൽ പ്രേക്ഷകർ കാണുന്നത് പോലെ തന്നെ ഭയങ്കരമായ ആഘോഷ പരിപാടികൾ നടക്കുകയാണ്. ഓരോ തെരുവുകളിലും ഓരോ ആഘോഷങ്ങൾ തന്നെയാണ് നടക്കുന്നത്. ത്രിവർണ്ണ പതാകകൾ ഉയർത്തിക്കൊണ്ടുള്ള ആഘോഷങ്ങൾ നടക്കുന്നു. വണ്ടികൾക്കൊന്നും പോകാൻ പോലും കഴിയില്ല, കാരണം റോഡൊക്കെ ആളുകൾ അങ്ങ് എടുക്കുന്ന അവസ്ഥ. ദ റിയൽ കേരള സ്റ്റോറി, ദ ക്രിക്കറ്റിലെ ദ റിയൽ കേരള സ്റ്റോറി എന്ന് തന്നെ പറയേണ്ടി വരും. പലരും കേരള സ്റ്റോറി എന്നൊക്കെ പറഞ്ഞ് ഓരോ കഥകളൊക്കെ കൊണ്ടുവരും. പക്ഷേ ഇതാണ് കഥ, ഇതാണ് ചരിത്രത്തിൽ എഴുതേണ്ട കഥ, ഇതാണ് യഥാർത്ഥ കേരള സ്റ്റോറി എന്ന് പറയണം. ഫൈനലിൽ സഞ്ജു ടോപ്പ് സ്കോററാവുന്നു. T20 ലോകകപ്പ് ചരിത്രത്തിൽ ഇത്രയും ഉയർന്ന ഒരു വ്യക്തിഗത സ്കോർ ഫൈനൽസിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. ആ റെക്കോർഡും സഞ്ജു സ്വന്തമാക്കി. ഇന്ത്യൻ ജേഴ്സിയിൽ അണിഞ്ഞ T20 ലോകകപ്പിൽ ഏറ്റവും ഉയർന്ന സ്കോർ സഞ്ജു സ്വന്തമാക്കി. ഒരു T20 ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടുന്ന താരമെന്ന റെക്കോർഡ് 24 സിക്സോടെ സഞ്ജു സ്വന്തമാക്കി. ഒരൊറ്റ മത്സരത്തിൽ നിന്നും റെക്കോർഡുകൾ എണ്ണി തുടങ്ങിക്കഴിഞ്ഞാൽ സഞ്ജു ഉണ്ടാക്കിയ റെക്കോർഡുകൾ നമുക്ക് ഇങ്ങനെ എണ്ണിക്കൊണ്ടേയിരിക്കണം. എന്തായാലും ICC ലോകകപ്പുകൾ 5 എണ്ണം ഇപ്പോൾ ഇന്ത്യ എടുത്തു വെച്ചിരിക്കുകയാണ്. അത് 1983 കപിൽ ദേവിൽ നിന്ന് തുടങ്ങി. അത് 2007, 2011, 2013, 2024 അങ്ങനെ എല്ലാം കൊണ്ട് നമ്മൾ എടുത്തു നോക്കി എണ്ണിക്കൊണ്ട് 24 ICC ടൂർണമെന്റുകൾ ഇന്ത്യ ഒരുപാട് അങ്ങ് സ്വന്തമാക്കിയിട്ടുണ്ട് എന്നും കൂടി എടുത്തു പറയണം. എന്തായാലും താരങ്ങൾ എല്ലാവരും സന്തോഷത്തിലാണ്. എല്ലാവരും കാത്തിരിക്കുന്നത് ആ കപ്പ് ഉയർത്തുന്ന നിമിഷത്തിലേക്ക് വേണ്ടി തന്നെയാണ്. പക്ഷേ എന്തായാലും ആജ്ഞയിലേക്ക് ഞാൻ ഒന്നുകൂടെ പോവാണ്. ആജ്ഞ ആളുകൾ കുറവാണ് എന്ന് മനസ്സിലാക്കുന്നു. പക്ഷേ എന്നാൽ പോലും ചരിത്രപരമായ ഐതിഹാസിക വിജയമാണ്. നമുക്ക് ഉള്ളവരിൽ നിന്നും പ്രതികരണങ്ങൾ നേടാൻ കഴിയുമോ? Now they have repeated and defeated history. It's now time for the post-match presentation, where the cup will be given. Indeed, ladies and gentlemen, welcome to the post-match presentation after the final of this ICC Men's T20 World Cup 2026. We've had a magnificent tournament, and what a finale we've had in this great stadium. യെസ്, എന്തായാലും മനസ്സിലാവും ആജ്ഞ അവിടെ ഒരുപാട് ശബ്ദമുണ്ട്, നമുക്കത് ക്ലിയർ അല്ല എന്നത് കൂടി എടുത്തു പറയണം. എന്തായാലും പോസ്റ്റ് മാച്ച് പ്രസന്റേഷൻ അവിടെ ഹർഷ ബോഗ്ലയുടെ നേതൃത്വത്തിൽ നടക്കുകയാണ്. പക്ഷേ ഇവിടെ ഇന്ത്യൻ ജനതയുടെ നേതൃത്വത്തിൽ ഓരോ തെരുവുകളിലും ആഘോഷങ്ങൾ നടക്കുകയാണ്. എന്തായാലും ഇത് ഇന്ത്യ മാത്രം ജയിച്ചതിൻ്റെ ഒരു സന്തോഷമല്ല, അതിനേക്കാൾ ഉപരി ഇരട്ടി മധുരം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.